നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് SSLC ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 1 ആണ്. വ്യാപാരവും അതിൻ്റെ സ്വഭാവവും വ്യാപ്തിയും. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ്, സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്താണ്. അപ്പം സാമ്പത്തിക പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാഭം നേടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ ആ പ്രവർത്തനത്തെ നമ്മൾ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കച്ചവടം നടത്തുന്നുണ്ട്, നിരവധി തൊഴിലുകളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ലാഭം വേണം, അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. സാമ്പത്തിക ഏതര പ്രവർത്തനം. അതായത് സാമ്പത്തികേതര പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് വലിയ ലാഭമൊന്നും നോക്കിയിട്ടല്ല, എന്നാൽ നമ്മുടെ ആളുകളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പം ലാഭമോ പ്രതിഫലമോ ഒന്നും നമ്മൾ എന്താണ് ലക്ഷ്യമല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എക്സാമ്പിൾ പറഞ്ഞാൽ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതാണ് സാമ്പത്തികേതര പ്രവർത്തനത്തിന് എക്സാമ്പിൾസ്. ഇനി നമുക്ക് വിവിധ തരം സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വരുന്ന ട്രേഡ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് ആ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രേഡ് എന്ന് പറയുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവനും ഉൽപ്പാദകരിൽ നിന്നും നമ്മൾ മൊത്തമായിട്ട് വാങ്ങിച്ചിട്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യും, കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വ്യാപാരം എന്ന് പറയുന്നു. ഈ വ്യാപാരം നടത്താനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അടുത്ത് നോക്കാനായിട്ടുള്ളത് എന്താണ് ഉദ്യോഗം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനെ നമ്മൾ ഉദ്യോഗം എന്ന് പറയുന്നു. പ്രതിഫലമായിട്ട് നമുക്ക് എന്താണ്, ശമ്പളം അല്ലെങ്കിൽ വേതനം ലഭിക്കും. ഇത് നമ്മൾ എന്തെന്ന് പറയുന്നു? ഉദ്യോഗം എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഒരാളുടെ കീഴിൽ ഒരാൾ ജോലി ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഉണ്ടല്ലോ, നമ്മുടെ ഗവൺമെൻറ്റിലെ എംപ്ലോയീസൊക്കെ ഗവൺമെൻറ്റിലെ കീഴിൽ നിന്നിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഉദ്യോഗം എന്ന് പറയുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യതയോട് കൂടിയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടേഴ്സ് ചികിത്സ നൽകുന്നത്, അധ്യാപകർ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വ്യാപാരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ, 2 സാമൂഹിക ലക്ഷ്യങ്ങൾ, 3 മാനുഷിക ലക്ഷ്യങ്ങൾ, 4 ദേശീയ ലക്ഷ്യങ്ങൾ, 5 ആഗോള ലക്ഷ്യങ്ങൾ. ഒന്നാമതായി നമുക്ക് നോക്കാം എന്താണ് സാമ്പത്തിക ലക്ഷ്യങ്ങൾ. അപ്പം വ്യാപാരത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സാമ്പത്തിക ലക്ഷ്യങ്ങൾ. എന്ന് വെച്ചാൽ നമുക്ക് ലാഭം ഉണ്ടാക്കുക, അതാണ് മെയിനായിട്ട് പറയുന്നത്. പക്ഷേ ലാഭം ഉണ്ടാക്കുന്നത് വഴി വളരെയധികം, ഇപ്പം ഞാനൊരു കമ്പനി നടത്താണ്, എൻ്റെ കമ്പനിയിൽ പ്രോഡക്റ്റിൻ്റെ ചിലവ് കുറച്ചുകൊണ്ട് വരുമാനം കൂടുതൽ ഉണ്ടാക്കുക, മാത്രമല്ല എൻ്റെ പ്രോഡക്റ്റ് വേൾഡ് വൈഡ് നല്ല രീതിയിൽ വിപണിയിലേക്ക് എത്തിക്കുക, കൂടുതലും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ബിസിനസ്സിൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ നമുക്ക് പറയാനായിട്ട് വരുന്നത്. ഇനി ബിസിനസ്സിൻ്റെ സാമൂഹിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ന്യായമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ് ഉപഭോക്താക്കൾക്ക് നൽകുക, ഉപഭോക്താക്കൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപയോഗമുണ്ടായി അവർക്ക് സംതൃപ്തി ലഭിച്ചു എന്നത് ഉറപ്പുവരുത്തുക, മാത്രമല്ല നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുക, ഒരു നിരവധി തൊഴിലവസരങ്ങളെല്ലാം സൃഷ്ടിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? സാമൂഹിക ലക്ഷ്യത്തിൻ്റെ അകത്ത് വരുന്നത്. മെയിനായിട്ട് പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കുക. ഇപ്പോൾ ഒരു സ്ഥാപനമൊക്കെ വന്നു കഴിഞ്ഞാൽ ചുറ്റുമൊക്കെ ഉള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, കൂടുതലായും തൊഴിലില്ലായ്മ പരിഹരിക്കുക. അതാണ് മെയിനായിട്ട് വരുന്ന ഉദ്ദേശത്തിൽ വരുന്നത്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ മാനുഷിക ലക്ഷ്യങ്ങൾ. അതായത് ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുക, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുക, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം ഇല്ലാത്ത ആളുകൾക്ക് പരിശീലനം കൊടുക്കുക, നല്ല തൊഴിലവസരങ്ങൾ കൊടുക്കുക, നല്ല ശമ്പളങ്ങൾ കൊടുക്കുക. അങ്ങനെ അവർ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു ജോലി തന്നെ എന്താണ് നിലനിർത്താനായിട്ട് നോക്കുക, അവർക്ക് വേണ്ട ആരോഗ്യ ഇൻഷുറൻസുകളും ഒക്കെ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എന്തിൻ്റെ അകത്ത് വരുന്നത്? മാനുഷികമായിട്ടുള്ള അവരുടെ അവകാശത്തിൻ്റെ അകത്ത്. ഇനി അടുത്ത് വരുന്ന ദേശീയ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ രാജ്യം വികസിക്കും. ഒരു വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ എന്താണ്, പ്രധാനമായിട്ടും രാജ്യം വികസിക്കും, നമ്മുടെ നികുതി കൂടും. ഇതൊക്കെ വഴി എന്താണ്, രാജ്യത്തുള്ള എല്ലാ ആളുകളിലേക്കും എല്ലാ കാര്യങ്ങളും എത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായകമാകുന്നുണ്ട്.
ഇനി നമുക്ക് അടുത്ത ആഗോള ലക്ഷ്യത്തിലേക്ക് കിടക്കാം. ആഗോള ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് ആഗോള വിപണിയിലേക്ക് എത്തിക്കാനായിട്ടും അതുവഴി വിദേശ വ്യാപാരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടും ഒക്കെ എന്താണ് സഹായകരമാകുന്ന ലക്ഷ്യങ്ങളാണ് ആഗോള ലക്ഷ്യങ്ങളിൽ വരുന്നത്. ഇതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപ്പാദനം കൂടുന്നുണ്ട്. പല പല മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആഗോള ലക്ഷ്യങ്ങൾ വഴി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആഗോള ലക്ഷ്യത്തിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ള അടുത്ത ഏരിയ എന്ന് പറയുന്നത് എന്താണ് പരിസ്ഥിതി മലിനീകരണം എന്നുള്ളൊരു ഏരിയയാണ്. പരിസ്ഥിതി മലിനീകരണം എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുപാടുമുള്ള പരിസ്ഥിതി മലിനമാകുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നദികളിലൂടെ ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ, ഭൂമിയിൽ നമ്മൾ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വിളയിലുള്ള, അതായത് നമ്മുടെ വിളയിലുള്ള മാലിന്യങ്ങൾ അപ്പുറത്തെ വിളയിൽ വലിച്ചെറിയുന്നതും ഒക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ ശബ്ദ മലിനീകരണം, വായു മലിനീകരണം, ഇതെല്ലാം കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്, നമ്മുടെ ഭൂമി കംപ്ലീറ്റ് ആയിട്ട് മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം നമ്മളിത് നോക്കിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു ചാപ്റ്റർ ഇത്തിരി വലിയൊരു ചാപ്റ്ററാണ്, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ നോട്ടോ എന്തെങ്കിലും വേണ്ട ആളുകൾ എൻ്റെ ഇൻസ്റ്റഗ്രാം, അതായത് നമ്മുടെ ചാനലിലെ ബയോയിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് തന്നെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.